ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഗുളിക വാങ്ങാൻ പറഞ്ഞില്ലല്ലോ. ഡോക്ടർ തന്ന ഗുളിക മരുമോൾ എടുത്ത് കളഞ്ഞില്ലേ? ഞാനാ ഡോക്ടറെ കണ്ടിരുന്നു. അവിടുന്ന് തന്ന ഗുളിക. ഇതൊന്നും വേണ്ടായിരുന്നു. വേണം. നെഞ്ചുവേദന വരുമ്പോ കഴിക്കാനുള്ളതല്ല, നെഞ്ചുവേദന വരാതിരിക്കാൻ കഴിക്കാനുള്ളതാ. ഇഷ്ടപ്പെട്ട കാഴ്ച വസ്തുവായിട്ട് വിനുവിന് അയക്കാനാ തീരുമാനം. വിനുവിനെ ദൂതനായിട്ട് അയക്കേണ്ട കാര്യം എന്താ? നമ്മള് രണ്ടുപേരും കൂടി നേരിട്ട് ചെന്ന് സുഖവിവരം അന്വേഷിക്കുന്നതല്ലേ അതിന്റെ ഒരു മര്യാദ. ആ മര്യാദ നമ്മൾ കാണിച്ചാൽ ലോകം കിടുങ്ങുന്ന മര്യാദ കേടുകൊണ്ടായിരിക്കും ഹരിത അതിനെ നേരിടുന്നത്. എച്ചിൽ പാത്രം കഴുകാത്തതിന് വഴക്ക് പറഞ്ഞ വൈരാഗ്യം മുഴുവനും ഹരിത സ്റ്റോക്ക് ചെയ്തിരിക്കുക. നമ്മളെ കാണുന്ന മാത്രയില് ആ വൈരാഗ്യത്തിന് തീ കൊളുത്തും. പിന്നെ തെറി കൊണ്ട് അഭിഷേകമായിരിക്കും. എന്താ ആ പൊല്ലാപ്പിന് പോണോ? അത് ഞാൻ ഓർത്തില്ല. നമ്മളോടുള്ള പക തീർക്കാൻ അമ്മയെ വേണമെങ്കിൽ അവള് തല്ലി ഇറക്കിയിരിക്കും. നമ്മളായിട്ട് ഒരനിഷ്ടം ഉണ്ടാക്കണ്ട. വിനുവേട്ടൻ തന്നെ പോയിട്ട് വരട്ടെ. പറഞ്ഞൊക്കെ മനസ്സിലായോ? പറഞ്ഞൊക്കെ മനസ്സിലായോന്ന്? ഈ മരച്ചീനി അമ്മയുടെ കയ്യിൽ തന്നെ കൊടുക്കണം. എന്നിട്ടേ അവിടത്തെ വിശേഷങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഇങ്ങോട്ട് വാ. എന്നിട്ട് എന്നോട് പറയണം. 100 രൂപയുണ്ട്. 100 രൂപ. ആ ഓട്ടോ വിളിച്ചു പോയിക്കോ. പൊക്കോ പൊക്കോ. ആ എന്താ ഇനിയൊന്നും മനസ്സിലായില്ലേ? സിറ്റിയില് അമ്മ താമസിക്കുന്ന ഹരിതയുടെ വീട് അറിയില്ലേ? ആ വീട്ടിൽ പോയി അമ്മയെ കാണണം. എന്നിട്ട് വിശേഷങ്ങളൊക്കെ തിരക്കി അറിഞ്ഞു വരണം. എനിക്കറിയാം അമ്മയെ കാണാൻ കൊതിച്ചിരിക്കുകയായിരുന്നു. സന്തോഷമായില്ലേ? ഇത് സുചിത്ര തന്നതാണെന്ന് അമ്മയോട് പ്രത്യേകം പറയണം. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഉണ്ണിയപ്പവും അച്ചപ്പവും എല്ലാം ഉണ്ടതില്. ഹരിതയും മനോജും എന്തെങ്കിലും ഇഷ്ടപ്പെടാത്തതൊക്കെ പറഞ്ഞോന്നിരിക്കും. അവരെ തല്ലാനും പിടിക്കാനും ഒന്നും പോവരുത്. എല്ലാം ക്ഷമയോടെ കേട്ടു നിന്നാ മതി. അത് അവരുടെ വീടാണെന്നുള്ള ഓർമ്മ വേണം. അമ്മയോർത്ത് എല്ലാം ക്ഷമിക്കാം. എന്നാ പോയിട്ടോ. അമ്മേ, അമ്മ അടുക്കളപ്പണിയിലായിരുന്നോ? മനോജ് ഹരിതയും പുറത്തു പോയിരിക്കുക. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് പണികളൊക്കെ ചെയ്ത് തീർത്തു. അത് വേണ്ടായിരുന്നു അമ്മേ. എല്ലാ പണികളും ഞാൻ വന്ന് ചെയ്തോളാന്ന് പറഞ്ഞിട്ടല്ലേ പോയത്. അമ്മ എന്തിനാ ദേഹം ഇളക്കാൻ പോയത്? വർഷങ്ങളായിട്ട് ചെയ്യുന്ന കാര്യല്ലേ മോളെ. ഒരു ദിവസം അടുക്കള കയറിയില്ലെങ്കിൽ എനിക്ക് ആകെ സമാധാനക്കേടാ. അവിടുത്തെ വേലയൊക്കെ ഒതുക്കിയിട്ടാണ് നീ ഇങ്ങോട്ട് വന്നത്. അല്ല, അതൊക്കെ ജഗദമ്മ ചെയ്തോളാൻ സമ്മതിച്ചിട്ടാ എന്നെ ഇങ്ങോട്ട് അയച്ചത്. നല്ല കാര്യായി മോളെ. വല്ലപ്പോഴും വന്ന് അമ്മയൊന്ന് സഹായിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ മറ്റൊരു വീട്ടിൽ വേലയെടുത്ത് ശമ്പളം പറ്റുന്നവളാ നീ. അങ്ങനെയുള്ള നീ ഇവിടെ വന്ന് സൗജന്യമായി ജോലി ചെയ്യുന്നു. അവിടെ നിന്നും കൃത്യമായി ശമ്പളവും പറ്റുന്നു. അത് ശരിയുള്ള കാര്യമാണോ മോളെ? ഹൗസ് ഓണർ അറിഞ്ഞാലേ നിന്റെ ജോലി തെറിച്ചിരിക്കും.
അങ്ങനെ അമ്മയെ സഹായിച്ചതിന്റെ പേരിൽ ജോലി തെറിക്കുവാണെങ്കിൽ ചുമ്മാ തെറിച്ചോട്ടേന്ന്. ആ ഇതാ അമ്മയ്ക്ക് കഴിക്കാനുള്ള ഗുളിക. ഗുളിക വാങ്ങാൻ പറഞ്ഞില്ലല്ലോ. ഡോക്ടർ തന്ന ഗുളിക മരുമോൾ എടുത്ത് കളഞ്ഞില്ലേ? ഞാനാ ഡോക്ടറെ കണ്ടിരുന്നു, അവിടുന്ന് തന്ന ഗുളിക. ഇതൊന്നും വേണ്ടായിരുന്നു. വേണം. നെഞ്ചുവേദന വരുമ്പോ കഴിക്കാനുള്ളതല്ല, നെഞ്ചുവേദന വരാതിരിക്കാൻ കഴിക്കാനുള്ളതാ. പിന്നെ ഇത് രാവിലെയും വൈകിട്ടും ഓരോന്ന് വീതം കഴിക്കണം. പിന്നെ മരുമോളുടെ കണ്ണിൽ പെടാതെ സൂക്ഷിച്ചോണം. നീ എന്റെ വർഷമോള് തന്നെയാ, സംശയമില്ല. നമുക്ക് ഹാളിൽ പോയിരുന്ന് സംസാരിക്കാം. ഇതെന്തിനാ? തറ തുടച്ച് വൃത്തിയാക്കാൻ. തറ തുടയ്ക്കാനോ? ഇന്നലെയല്ലേ നീ തറ മുഴുവൻ തുടച്ച് വൃത്തിയാക്കിയത്? അതിന്നലെ. നെഞ്ചുവേദന ഉള്ളവർക്ക് പൊടിയടിച്ചാൽ ശ്വാസം മുട്ടും, വിമ്മിഷ്ടം ഉണ്ടാവും. അതൊഴിവാക്കാൻ എന്നും തറ തുടയ്ക്കുന്നത് നല്ലതാ. ആ അമ്മ പോയി വിശ്രമിക്ക്. അത് വേണ്ട, ഞാനും കൂടി സഹായിക്കാം. പിടിവാശിയൊന്നും വേണ്ട. അമ്മ മുറിയിൽ പോയി കിടന്നു. ജോലിയെല്ലാം കഴിയുമ്പോഴത്തേക്കും ഞാൻ വന്ന് വിളിക്കാം. മോളെ എങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? നല്ല ക്ഷീണം. ഒന്നും നടുനിവർക്കാൻ കൊതിച്ചപ്പോഴാ മീനാക്ഷിയുടെ വരവ്. മനുഷ്യത്വത്തിന്റെ കണിക പോലും ഇല്ലാത്ത മരുമോള്, സ്നേഹിക്കാൻ മാത്രം അറിയുന്ന മീനാക്ഷി. മനസ്സ് വല്ലാതെ ചുട്ടുപൊള്ളുമ്പോ അല്പ ആശ്വാസത്തിനായിരിക്കും ദേവി അവളെ ഇങ്ങോട്ട് അയച്ചത്. ദേവി, മഹാമായേ, ദേവി. അയ്യോ, ആരായിരിക്കും? മാനത്തെ കൊട്ടാ